ശബരിമലയിൽ സ്വർണ്ണക്കൊള്ള നടത്തിയ പ്രതികൾക്ക് സംരക്ഷണം നൽകുന്ന സംസ്ഥാന സർക്കാർ നടപടികൾക്കെതിരെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാനപ്രകാരം ഭരണിക്കാവ് മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ശബരിമല സംരക്ഷണ ജ്യോതി സംഘടിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം ബി രാജലക്ഷ്മി ഉദ്ഘാടനം നിർവഹിച്ചു. ശബരിമലയിൽ സ്വർണ്ണക്കൊള്ള നടത്തിയ പ്രതികൾക്ക് സംരക്ഷണം നൽകുന്ന സംസ്ഥാന സർക്കാരിന്റെ നടപടികൾക്കെതിരെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാനപ്രകാരം ഭരണിക്കാവ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ശബരിമല സംരക്ഷണ ജ്യോതി സംഘടിപ്പിച്ചു. യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സുഹൈൽ ഹസന്റെ അധ്യക്ഷതയിൽ ഭരണിക്കാവ് ക്ഷേത്രത്തിന് സമീപം ചേർന്ന യോഗത്തിൽ ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് അംഗം രാജലക്ഷ്മി ഉദ്ഘാടനം നിർവഹിച്ചു. ശബരിമലയിലെ ആദ്യ പുറപ്പെട മേൽശാന്തി ഗോവിന്ദൻ നമ്പൂതിരി ജ്യോതി തെളിയിച്ച് മുഖ്യപ്രഭാഷണം നിർവഹിച്ചു. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള ക്ഷേത്രങ്ങളിലും അതുപോലെ തന്നെ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലെയും ഒക്കെ ഭക്തജനങ്ങൾ കാണിക്കയായി സമർപ്പിച്ചിട്ടുള്ള ഒട്ടനവധി സ്വർണങ്ങൾ എങ്ങനെ അപഹരിക്കാം എന്നുള്ളതിന് റിസർച്ച് നടത്തുകയായിരുന്നു. എന്നാൽ ഈ രാജ്യത്തെ ഭക്തജനങ്ങളുടെ കൂട്ടായ്മകളുടെ നിരന്തരമായ പരിശ്രമത്തിന്റെ ഫലമായി ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ഒരു തരി പൊന്നുപോലും എടുത്തുകൊണ്ട് പോകുവാൻ അവർക്ക് കഴിയാത്ത സാഹചര്യത്തിലാണ് ശബരിമല ക്ഷേത്രവുമായി ബന്ധപ്പെട്ട സുനിൽ സോപാനം സ്വാഗതം പറഞ്ഞു. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റുമാരായ വിഷ്ണു ചേക്കോടൻ, പ്രകാശ് ഡി പിള്ള തുടങ്ങിയവരും മധു ഓമനക്കുട്ടൻ, ടി രാജൻ, മോഹനൻ, ജയചന്ദ്രൻ, വിഷ്ണു ജയൻ, ശംഭു ഹരികുമാർ, ജോബി കൊച്ചുവീട്ടിൽ, സുർബി ഷാഹുൽ, മിത്ര കൃഷ്ണൻ, നന്ദകൃഷ്ണൻ, അമൽ, ഷിബിൻ, അപ്പു, ഷെറിൻ, സിബി വർഗീസ്, സിറിൽ, വിനീത, പ്രീതി ഗോപൻ, നിഷ കെ സാം തുടങ്ങിയവരും പങ്കെടുത്തു. CDNet ന്യൂസ്, കായംകുളം.